ഹലോ ആൻഡ് വെൽക്കം ടു ഡേ 23 ഓഫ് ദ ചലഞ്ച്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റെന്റൽ അപ്പാർട്ട്മെന്റ് അന്വേഷണം നടന്ന ഓർമ്മയുണ്ടോ? നീതുവിനോടൊക്കെ ചോദിച്ചത്. ഇന്ന് നമുക്ക് ഒരു അപ്പാർട്ട്മെന്റ് വിസിറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ അപ്പാർട്ട്മെന്റ് ഓണർ ഉണ്ട്. നമ്മൾ ആ അപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് ഇങ്ങനെ റൂമുകളും കാര്യങ്ങളൊക്കെ കാണുകയാണ്. അപ്പോൾ നമുക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാണ്ടാവില്ലേ, ഹോം ഓണറിൻ്റെ അടുത്ത്, ലാൻഡ് ലോർഡിൻ്റെ അടുത്ത്. അപ്പോൾ അതാണ് ഇന്നത്തെ കോൺവെർസേഷൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷൻ എഴുതിക്കോളൂ, എന്നിട്ട് ഞാൻ എൻ്റെ കോൺവെർസേഷൻ പറയാം. ആദ്യം ഓണർ പറയാണ്, പ്ലീസ് കമ്മിൻ, അകത്തേക്ക് വരൂ. അത് ചാവിയൊക്കെ വെച്ച് വീട് തുറന്നിട്ട് പറയാം, പ്ലീസ് കമ്മിൻ, അകത്തേക്ക് വരൂ. എന്നിട്ട് പറയാണ്, ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നില്ലേ ഇതൊരു 3 bedroom അപ്പാർട്ട്മെന്റ് ആണ്. അത് ഞാൻ ഫോണിൽ പറഞ്ഞ മാതിരി ഇതൊരു 3 bedroom അപ്പാർട്ട്മെന്റ് ആണ്. ആസ് ഐ ഹാഡ് ടോൾഡ് യു ഓവർ ദ ഫോൺ, ഞാൻ ഫോണിൽ പറഞ്ഞ മാതിരി, ആസ് ഐ ഹാഡ് ടോൾഡ് യു ഓവർ ദ ഫോൺ, ദിസ് ഇസ് എ 3 bedroom അപ്പാർട്ട്മെന്റ്. ഇത് ഫ്രേസ് പഠിക്കേണ്ടത് ഫോണിൽ പറഞ്ഞ മാതിരി, അങ്ങനെ പറയാം, ആസ് ഐ ഹാഡ് ടോൾഡ് യു ഓവർ ദ ഫോൺ. അപ്പം ഞാൻ കയറിയിട്ട് പറയാണ്, ഇതാണോ ഡൈനിങ് ഏരിയ? ഓക്കെ, ഈസ് ദിസ് ദ ഡൈനിങ് ഏരിയ? ഇതാണോ, ഈസ് ദിസ് ദ ഡൈനിങ് ഏരിയ? അപ്പോൾ ഓണർ പറയാണ്, യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ഡൈനിങ് ഹാൾ ഇഫ് യു വാണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ഡൈനിങ് ഹാൾ ഇഫ് യു വാണ്ട്. എന്നിട്ട് ഞാൻ പറയാണ്, ഇത് നിങ്ങൾ ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആവുന്നല്ലേ പറഞ്ഞത്, ഫേർണിച്ചർ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതിനെ പറയാ, ഐ തോട്ട് ദിസ് ഇസ് എ ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് but I don't see any furniture. I thought this is a furnished apartment. ഞാൻ വിചാരിച്ചത് ഇതൊരു ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആണെന്നാണ്, പക്ഷെ ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. ഐ ഡോണ്ട് സീ എനി ഫേർണിച്ചർ. അപ്പോൾ ഓണർ പറയാണ്, ദിസ് ഇസ് എ ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റ്. ഇതൊരു ഫേർണിഷ്ഡ് ചെയ്ത അപ്പാർട്ട്മെന്റ് തന്നെയാണ്. ദിസ് ഇസ് എ ഫേർണിഷ്ഡ് അപ്പാർട്ട്മെന്റ്. പക്ഷേ ഞാൻ ഡൈനിങ് ടേബിൾ തരുന്നില്ല. ഹൗവർ ഐ ഡു നോട്ട് പ്രൊവൈഡ് ദ ഡൈനിങ് ടേബിൾ. ഞാനിവിടെ ഡൈനിങ് ടേബിൾ കൊടുക്കണില്ല. ബാക്കി ഞാൻ എന്തൊക്കെയാ കൊടുക്കണേ? ബെഡ് ഉണ്ട്, സ്റ്റഡി ടേബിൾ ഉണ്ട്, ബാക്കി ഫേർണിച്ചറൊക്കെ ഉണ്ട്. എങ്ങനെ പറയാ, ദർ ആർ ബെഡ്സ്, സ്റ്റഡി ടേബിൾസ് ആൻഡ് അതർ ഫേർണിച്ചർ. ബാക്കിയുള്ള ഫേർണിച്ചറൊക്കെ ഉണ്ട്. എന്നിട്ട് പറയാണ്, ഡൈനിങ് ടേബിൾ ഇതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ നശിപ്പിച്ചു കളഞ്ഞു. ദ ഡൈനിങ് ടേബിൾ വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ പ്രീവിയസ് ടെനൻസ്. ദ ഡൈനിങ് ടേബിൾ വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ പ്രീവിയസ് ടെനന്റ്. മുമ്പ് വാടകയ്ക്ക് താമസിച്ച ആൾക്കാർ, ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെയാണ് ടെനന്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നത് മുമ്പ് താമസിച്ച ആൾക്കാർ നശിപ്പിച്ചു കളഞ്ഞു. ദ ഡൈനിങ് ടേബിൾ വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ പ്രീവിയസ് ടെനന്റ്. അപ്പോൾ ടെനന്റ് എന്നുള്ള വാക്കൊന്ന് പഠിച്ചു വെക്കണേ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ മാറ്റിത്തരില്ലേ? വുഡിൻറ്റ് യു റീപ്ലേസ് ഇറ്റ്? വുഡിൻറ്റ് യു റീപ്ലേസ് ഇറ്റ്? നിങ്ങൾ മാറ്റിത്തരില്ലേ? വുഡിൻറ്റ് യു റീപ്ലേസ് ഇറ്റ്? അത് നോക്കാം. ഈ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ എടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഐ വിൽ സീ. നോക്കാം, ഐ വിൽ സീ. ഇഫ് വി എഗ്രി വിത്ത് ദ അപ്പാർട്ട്മെൻറ്റ്, നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് തീരുമാനം ആയാൽ, ഇഫ് വി എഗ്രി വിത്ത് ദ അപ്പാർട്ട്മെന്റ് ദെൻ വി ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പം നമുക്ക് ഡൈനിങ് ടേബിളിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്നാണ് ഓണർ പറയുന്നത്. ഞാൻ ചോദിക്കുകയാണ്, കിച്ചൺ എവിടെയാണ്? വേർ ഇസ് ദ കിച്ചൺ? വേർ ഇസ് ദ കിച്ചൺ? അപ്പോൾ ഓണർ പറയാണ്, ഹിയർ ദിസ് ഇസ് ദ കിച്ചൺ. ഇവിടെ ഇതാണ് കിച്ചൺ. ഹിയർ ദിസ് ഇസ് ദ കിച്ചൺ. അപ്പോൾ ഞാൻ പറയാണ്, ഫോട്ടോയിൽ കണ്ടതിനേക്കാളും ചെറുതാണല്ലോ. ലുക്സ് സ്മോളർ ദാൻ ഇൻ ദ ഫോട്ടോസ്. ഫോട്ടോസിൽ കണ്ടതിനേക്കാളും ചെറുതാണല്ലോ. ലുക്സ് സ്മോളർ ദാൻ ഇൻ ദ ഫോട്ടോസ്. ഈ സെൻറ്റൻസ് നമ്മൾ കോൺവെർസേഷനിലായതുകൊണ്ട് നമ്മൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ദിസ് കിച്ചൺ ലുക്സ് സ്മോളർ ദാൻ ഇൻ ദ ഫോട്ടോസ്, അതായിരിക്കും കംപ്ലീറ്റ് സെൻറ്റൻസ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മുഴുവൻ പറയില്ല. കിച്ചണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ചെറുതാണല്ലോ എന്നൊക്കെ പറയില്ല. ഈ അടുക്കള ചെറുതാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് മലയാളത്തിൽ നമ്മൾ പറയില്ലല്ലോ. ലുക്ക് സ്മോളർ ദാൻ ഇൻ ദ ഫോട്ടോസ്. അപ്പോൾ ഓണർ പറയാണ്, കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കാണാൻ ചെറുതാണെങ്കിലും കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു 4 ആൾക്കാരുടെ ഒരു ഫാമിലിക്ക് ഇത് നല്ലൊരു അടുക്കളയായിരിക്കും. അങ്ങനെ പറയാം. വലിയ കിച്ചൺ അല്ല, എങ്കിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ദിസ് ഇസ് നോട്ട് എ ലാർജ് കിച്ചൺ ബട്ട് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സ്റ്റോറേജ് സ്പേസ് ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഗുഡ് ഫോർ എ 4-member ഫാമിലി. 4 ആൾക്കാരുടെ ഫാമിലി. ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഗുഡ് ഫോർ എ 4-member ഫാമിലി. ഞാൻ ചോദിക്കുകയാണ്, ഫ്രിഡ്ജ് ഇല്ലേ? കിച്ചണിൽ ഫ്രിഡ്ജ് കാണില്ല. ഇസ്ന്റ് ദെയർ എ ഫ്രിഡ്ജ്? ഇസ്ന്റ് ദെയർ എ ഫ്രിഡ്ജ്? ഈസ് ദെയർ എ ഫ്രിഡ്ജ് എന്ന് ചോദിച്ചാൽ ഫ്രിഡ്ജ് ഉണ്ടോ? ഫ്രിഡ്ജ് ഇല്ലേ? ഇസ്ന്റ് ദെയർ എ ഫ്രിഡ്ജ്? അപ്പോൾ ഓണർ പറയാണ്, ഇല്ല, ഇങ്ങനത്തെ ഫ്രിഡ്ജൊന്നും ഇല്ല. ഇങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുവരണം. എന്നെ പറയാം, ഫ്രിഡ്ജ് നിങ്ങൾ തന്നെ കൊണ്ടുവരണം. നോ, യു വിൽ ഹാവ് ടു ബ്രിങ് യുവർ ഓൺ ഫ്രിഡ്ജ്. യു വിൽ ഹാവ് ടു ബ്രിങ് യുവർ ഓൺ ഫ്രിഡ്ജ്. അത് ഫാസ്റ്റായിട്ട് പറഞ്ഞാൽ യു വിൽ ഹാവ് ടു ബ്രിങ് യുവർ ഓൺ ഫ്രിഡ്ജ്. ഐ ഡു നോട്ട് പ്രൊവൈഡ് ഇലക്ട്രോണിക് അപ്ലയൻസസ്. ഈ ഇലക്ട്രോണിക് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളില്ലേ, അതിനൊക്കെ പറയാം ഇലക്ട്രോണിക് അപ്ലയൻസസ്. ഐ ഡു നോട്ട് പ്രൊവൈഡ് ഇലക്ട്രോണിക് അപ്ലയൻസസ്. അപ്പോൾ ഞാൻ പറയാണ്, ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരെണ്ണം വാങ്ങിക്കേണ്ടി വരും അങ്ങനെ പറയാം. ഓക്കെ, ഐ വിൽ ഹാവ് ടു ബൈ വൺ നൗ. ഐ വിൽ ഹാവ് ടു, വാങ്ങിക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു ഡു ദിസ്. എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ചെയ്യേണ്ടി വരും. ഐ വിൽ ഹാവ് ടു ഡു ദിസ് നൗ. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് വാങ്ങിക്കണം എന്നുള്ളതിന് സോ ഐ വിൽ ഹാവ് ടു ബൈ വൺ നൗ. ഓണർ പറയാണ്, നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടെന്നല്ലേ പറഞ്ഞേ? യു സെഡ് യു ഹാവ് 2 children, റൈറ്റ്?
യു സെഡ്, നിങ്ങൾ പറഞ്ഞത് യു സെഡ് യു ഹാവ് 2 children, റൈറ്റ്? ശരിയല്ലേ? റൈറ്റ്? അതെ, രണ്ടുപേരും സ്കൂളിൽ പഠിക്കുകയാണ്. യെസ്, ബോത്ത് ആർ സ്റ്റഡി ഇൻ സ്കൂൾ. അപ്പോൾ ഓണർ ചോദിക്കുകയാണ് ഏത് സ്കൂളിലാണ് അവർ പോണത്? ഏത് സ്കൂളിലാണ് അവർ പോണത് എങ്ങനെയാ ചോദിക്കാം? ഒന്ന് ഉണ്ടാക്കി വെക്കുക സെന്റൻസ്. വിച്ച് സ്കൂൾ ഡു ദേ ഗോ ടു? വിച്ച് സ്കൂൾ ഡു ദേ ഗോ ടു? ഡു ദേ. ഒരാളാണെങ്കിൽ ഡസ് ഹി അല്ലെങ്കിൽ ഡസ് ഷീ ഗോ ടു, കേട്ടോ. വിച്ച് സ്കൂൾ ഡു ദേ ഗോ ടു, രണ്ടാൾക്കാരുള്ളതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ട് ഡു ദേ ഗോ ടു. അപ്പോൾ ഞാൻ പറയാണ് ഒരു സ്കൂളിൻ്റെ പേരുണ്ടാക്കിയിട്ട് റൈസ് ഇംഗ്ലീഷ് സ്കൂൾ. ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു, റൈസ് ഇംഗ്ലീഷ് സ്കൂൾ. അപ്പോൾ ഓണർ പറയാണ് അത് ഇവിടുന്ന് 10 മിനിറ്റ് നടക്കാനല്ലേ ഉള്ളൂ. അങ്ങനെ പറയാ, 10 മിനിറ്റ് നടക്കാനുള്ളതല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൺലി എ 10-minute വാക്ക് ഫ്രം ഹിയർ. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൺലി എ 10-minute വാക്ക് ഫ്രം ഹിയർ. അപ്പം ഞാൻ പറയാണ് ഈ അപ്പാർട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു സൗകര്യമായിരിക്കും, ഈ സ്കൂളുള്ളത്, സ്കൂൾ എത്ര അടുത്തുള്ളത്. അപ്പം എങ്ങനെ പറയാ? യെസ്, ദാറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജ് വി വിൽ ഹാവ് ഇഫ് വി ചൂസ് ദിസ് അപ്പാർട്ട്മെന്റ്. ഈ അപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരു വലിയ സൗകര്യമായിരിക്കും ഈ സ്കൂളിൽ പോവാന്നുള്ളത്. യെസ്, ദാറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജ് വി വിൽ ഹാവ് ഇഫ് വി ചൂസ് ദിസ് അപ്പാർട്ട്മെന്റ്. എന്നിട്ട് ഓണർ ഇങ്ങനെ നടന്നിട്ട് ബെഡ്റൂമിൽ എത്തിയിട്ട് പറയാണ് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്, ദിസ് ഇസ് ദ മാസ്റ്റർ ബെഡ്റൂം. എന്നിട്ട് പറയാണ് 2 അലമാരകളുണ്ട്, അവിടെ ആവശ്യത്തിന് സ്റ്റോറേജ് ഉണ്ട്. അങ്ങനെ പറയാം. വാർഡ്രോബ് എന്നാണ് പറയാ, നമ്മൾ തുണിയൊക്കെ വെക്കണ അലമാരയ്ക്ക് വാർഡ്രോബ്. ദർ ആർ 2 wardrobes where you can get sufficient storage. There are 2 wardrobes where you can get sufficient storage. എന്നിട്ട് ബെഡ് കാണിച്ചിട്ട് പറയണം ഇതൊരു കിങ് സൈസ് ബെഡാണ്, അതിൻ്റെ ഉള്ളിലും അതിൻ്റെ അടിയിലും കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. അങ്ങനെ പറയാ. ദിസ് ഇസ് എ കിങ് സൈസ്ഡ് ബെഡ് ആൻഡ് ദർ ഈസ് ഓൾസോ സം സ്റ്റോറേജ് അണ്ടർനീത്ത് ഇറ്റ്. അതിൻ്റെ അടിയിൽ അണ്ടർനീത്ത് ഇറ്റ് കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. അപ്പം ഞാൻ പറയാണ് അത് ഭയങ്കര സൗകര്യമാണ്. യെസ്, ദാറ്റ്സ് വെരി കൺവീനിയൻറ്റ്. സൗകര്യം, കൺവീനിയൻറ്റ്. യെസ്, ദാറ്റ്സ് വെരി കൺവീനിയൻറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ സപ്ലൈ അതൊക്കെ എങ്ങനെയുണ്ട്? വാട്ടർ സപ്ലൈ എങ്ങനെയുണ്ട്? അങ്ങനെ ചോദിക്കുക. ഹൗ ഇസ് ദ വാട്ടർ സപ്ലൈ ഹിയർ? ഹൗ ഇസ് ദ വാട്ടർ സപ്ലൈ ഹിയർ? അത് എങ്ങനെയാണ്? ഹൗ? ആ ഓണർ പറയാണ് മുനിസിപ്പാലിറ്റിയുടെ വെള്ളമാണ്. ദർ ഇസ് എ മുനിസിപ്പൽ വാട്ടർ കണക്ഷൻ. ദർ ഇസ് എ മുനിസിപ്പൽ വാട്ടർ കണക്ഷൻ. സാധാരണ വെള്ളം അങ്ങനെ നിൽക്കാറൊന്നുമില്ല. അങ്ങനെ പറയാ. യൂഷ്വലി ദർ ഈസ് എൻ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ. ഇന്ററപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ ഇന്ററപ്ഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്മൂത്ത് ഫ്ലോ ഡിസ്റപ്റ്റ് ചെയ്യുക, അതിന് തടസ്സം വെക്കുന്നതാണ് ഇന്ററപ്ഷൻ എന്നാണ് നൗൺ. അൺഇൻറ്ററപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്ററപ്ഷൻ ഇല്ലാത്ത എന്ന് വെച്ചാൽ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു തടസ്സവും ഇല്ലാത്ത സപ്ലൈ. ഇത് പല കേസിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അൺഇൻറ്ററപ്റ്റഡ് ഇന്റർനെറ്റ് സർവീസ്, ഇന്റർനെറ്റിൽ യാതൊരു പ്രശ്നവും വരാറില്ല. യൂഷ്വലി ദർ ഇസ് എൻ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഈ വെള്ളത്തിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും ബിൽസ് റെന്റിൽ ഇൻക്ലൂഡഡ് ആണോ? റെന്റിൽ ഇത് രണ്ടിൻ്റെയും ബില്ല് കൂടെ ചേർത്തിട്ടാണോ ഉള്ളത്? അത് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക. ഓക്കെ, ആർ ദ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബിൽസ് ഇൻക്ലൂഡഡ് ഇൻ ദ റെന്റ്? ആർ ദ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബിൽസ് ഇൻക്ലൂഡഡ് ഇൻ ദ റെന്റ്? അപ്പോൾ ഓണർ പറയാണ് ഇല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അങ്ങനെ പറയാ. നോ, യു വിൽ ഹാവ് ടു പേ ദം സെപ്പറേറ്റ്ലി. അല്ലെങ്കിൽ നോ, യു വിൽ ഹാവ് ടു പേ ദോസ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അപ്പാർട്ട്മെന്റ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇത് അപ്പാർട്ട്മെന്റ് ലുക്സ് ഫൈൻ. റെന്റ് ഇത്തിരി കുറയ്ക്കാൻ പറ്റുമോ? കുഡ് യു റെഡ്യൂസ് ദ റെന്റ് എ ലിറ്റിൽ? റെന്റ് ഇത്തിരി കുറയ്ക്കാൻ പറ്റുമോ? കുഡ് യു റെഡ്യൂസ് ദ റെന്റ് എ ലിറ്റിൽ? ഞാൻ വിചാരിച്ചത് റെന്റിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ എനിക്ക് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വാങ്ങിക്കണം, ഡൈനിങ് ടേബിൾ വാങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ട് റെന്റ് ഇത്തിരി കുറയ്ക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കണേ. അതെങ്ങനെ ചോദിക്കുക? ഐ വാസ് എക്സ്പെക്ടിങ് ദ റെന്റ് ടു ഇൻക്ലൂഡ് എവറിത്തിങ്. ഞാൻ വിചാരിച്ചത്, ഞാൻ എക്സ്പെക്ട് ചെയ്തത് റെന്റിലെല്ലാം ഉണ്ടാവുന്നതാണ്. ഐ വാസ് എക്സ്പെക്ടിങ് ദ റെന്റ് ടു ഇൻക്ലൂഡ് എവറിത്തിങ്. ബട്ട് നൗ ഐ ഹാവ് ടു സ്പെൻഡ് ഓൺ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആൻഡ് ദ ഡൈനിങ് ടേബിൾ. പക്ഷെ ഇപ്പം എനിക്ക് ഇലക്ട്രിക്കൽ അപ്ലയൻസ് വാങ്ങിക്കണം, ഡൈനിങ് ടേബിൾ വാങ്ങിക്കണം. ഐ വാസ് എക്സ്പെക്ടിങ് ദ റെന്റ് ടു ഇൻക്ലൂഡ് എവറിത്തിങ്, ബട്ട് നൗ ഐ ഹാവ് ടു സ്പെൻഡ് ഓൺ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആൻഡ് ദ ഡൈനിങ് ടേബിൾ. അപ്പോൾ ഓണർ പറയാണ് എനിക്ക് റെന്റ് അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല, കാരണം ഈ ഏരിയയിലത്തെ റെന്റ് പൊതുവെ കൂടുതലാണ്, നല്ല റെന്റ് ഉള്ള ഒരു ഏരിയ ആണിത്. I cannot reduce much as the rent in this area is pretty high എന്ന് വെച്ചാൽ കുറച്ച് കൂടുതലാണ്. I cannot reduce much as the rent in this area is pretty high. അങ്ങനെ ആയിരുന്നിട്ട് പോലും ഞാൻ അത്രയ്ക്കൊന്നും റെന്റ് ചോദിക്കുന്നില്ല. We don't even ask for those rates. ആ റേറ്റ് ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. We don't even ask for those rates. പക്ഷെ നിങ്ങൾ ഈ അപ്പാർട്ട്മെന്റ് റെന്റിന് എടുക്കാൻ തീരുമാനിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഡൈനിങ് ടേബിളും 4 കസേരയും അതിൻ്റെ കൂടെ വാങ്ങിച്ചു തരാം. However, if you agree to rent this apartment, I can provide a dining table with 4 chairs. However, if you agree to rent this apartment, I can provide a dining table with 4 chairs. അതൊരു നല്ല കാര്യമായിരിക്കും. That would be good. ഞാൻ ചോദിക്കുകയാണ് ഡെപ്പോസിറ്റ് എമൗണ്ട് എത്രയാണ്? വാട്ട് ഈസ് ദ ഡെപ്പോസിറ്റ് എമൗണ്ട്? അപ്പോൾ ആൾ പറയുകയാണ് ആൾ 3 മാസത്തെ വാടകയാണ് സാധാരണ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കാറ്. I usually take 3 months rent in advance as deposit. I usually take 3 months rent
ഇൻ അഡ്വാൻസ് ആസ് ഡെപ്പോസിറ്റ്. അഡ്വാൻസ് എന്ന് വെച്ചാൽ മുൻകൂട്ടി. ഇൻ അഡ്വാൻസ് ആസ് ഡെപ്പോസിറ്റ് ആയിട്ട്. പക്ഷെ നിങ്ങളൊരു ഫാമിലി ആയതുകൊണ്ടും, നിങ്ങൾ 4 പേരുടെ ഫാമിലിയില്ലേ, ഒരു ഫാമിലി ആയതുകൊണ്ടും പിന്നെ നിങ്ങൾ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യണോണ്ടും 2 മാസത്തെ വാടക എനിക്ക് അഡ്വാൻസ് ആയി തന്നാൽ മതി. സിൻസ് യു ആർ എ ഫാമിലി ആൻഡ് വർക്കിംഗ് ഇൻ ദ ഗവൺമെൻറ് സർവീസ് 2 മാസത്തെ വാടക മതിയാവും. സഫീഷ്യൻ്റ് ആവും. അതിന് നമ്മൾ പറയുന്നത് സഫൈസ്, വുഡ് സഫൈസ്. ഇത് പഠിച്ചു വയ്ക്കാവുന്ന ഒരു വാക്കാണ്. സിൻസ് യു ആർ എ ഫാമിലി ആൻഡ് വർക്കിംഗ് ഇൻ ദ ഗവൺമെൻറ് സർവീസ് 2 months rent would suffice as advance. ഓ ശരി, അങ്ങനെയാണെങ്കിൽ ശരി, ഓക്കെ, ഓൾ റൈറ്റ് ദെൻ, ഓക്കെ. എന്നിട്ട് എന്താ പറയണത്? അടുത്ത ആഴ്ച നമുക്ക് റെന്റൽ കോൺട്രാക്ട് സൈൻ ചെയ്യാം. വി കൻ സൈൻ ദ റെന്റൽ കോൺട്രാക്ട് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച നമുക്ക് ഈ കോൺട്രാക്ട് ഒപ്പിടാം. വി കൻ സൈൻ ദ റെന്റൽ കോൺട്രാക്ട് നെക്സ്റ്റ് വീക്ക്. എനിക്ക് അടുത്ത മാസം ആദ്യ ആഴ്ചയോട് കൂടി മൂവ് ഇൻ ചെയ്യുക എന്നാണ് പറയാം കേട്ടോ. നമ്മൾ ഏതെങ്കിലും അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുന്നതിന് മൂവ് ഇൻ, താമസം അവിടുന്ന് പോകുന്നതിന് മൂവ് ഔട്ട്. ഐ വോണ്ട് ടു മൂവ് ഇൻ അറൗണ്ട് ദ ഫസ്റ്റ് വീക്ക് ഓഫ് നെക്സ്റ്റ് മന്ത്. സൗണ്ട്സ് ഗുഡ്. കേട്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പക്ഷേ ശരിക്കും ഓക്കെ എന്ന് പറയുന്നതിൻ്റെ വേറെ രീതിയാണ്. സൗണ്ട്സ് ഗുഡ്. ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് അപ്പാർട്ട്മെന്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാം. അങ്ങനെ പറയാ. ഐ വിൽ ക്ലീൻ അപ്പ് ദ അപ്പാർട്ട്മെന്റ് ബിഫോർ യു മൂവ് ഇൻ. നിങ്ങൾ മൂവ് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അപ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്യാം. ഐ വിൽ ക്ലീൻ അപ്പ് ദ അപ്പാർട്ട്മെന്റ് ബിഫോർ യു മൂവ് ഇൻ. ഐ വിൽ ക്ലീൻ അപ്പ് ദ അപ്പാർട്ട്മെന്റ്. ക്ലീൻ അപ്പ് കേട്ടോ, അത് ഓർത്ത് വെക്കണേ. ഐ വിൽ ക്ലീൻ അപ്പ് ദ അപ്പാർട്ട്മെന്റ് ബിഫോർ യു മൂവ് ഇൻ. അപ്പോൾ ഞാൻ നന്ദി പറഞ്ഞിട്ട് പോവാണ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോവാണ്. Please come in. As I had told you over the phone, this is a 3-bedroom apartment. Okay. Is this the dining area? Yes, you can use it as a dining hall if you want. I thought this is a furnished apartment, but I don't see any furniture. This is a furnished apartment. However, I do not provide a dining table. There are beds, study tables and other furniture. The dining table was destroyed by the previous tenant. Wouldn't you replace it? I'll see. If we agree with the apartment, then we can talk about it. Where is the kitchen? Here, this is the kitchen. Looks smaller than in the photos. This is not a large kitchen, but it has a lot of storage space and is quite good for a 4-member family. Isn't there a fridge? No, you will have to bring your own fridge. I do not provide electronic appliances. Oh, okay. I'll have to buy one now. You said you have 2 children, right? Yes, both are studying in school. Which school do they go to? Rise English School. That's only a 10-minute walk from here. Yes, that's an advantage we'll have if we choose this apartment. This is the master bedroom. There are 2 wardrobes where you can get sufficient storage. This is a king-sized bed and there's also some storage space underneath it. Yes, that's very convenient. How is the water supply here? There is a municipal water connection. Usually, there is an uninterrupted supply. Okay, are the water and electricity bills included in the rent? No, you'll have to pay those separately. Okay, the apartment looks fine. Could you reduce the rent a little? I was expecting the rent to include everything, but now I have to spend on electrical appliances and the dining table. I cannot reduce much as the rent in this area is pretty high. We don't even ask for those rates. However, if you agree to rent this apartment, I can provide a dining table with 4 chairs. That would be good. Also, what is the deposit amount? I usually take 3 months rent in advance as a deposit. Since you are a family and working in the government service, 2 months rent would suffice as advance. All right then, we can sign the rental contract next week. I want to move in around the first week of next month. Sounds good. I will clean up the apartment before you move in. Thank you. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഈ കോൺവെർസേഷൻ നിങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കോൺവെർസേഷൻസ് കമൻസിൽ കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ചലഞ്ചുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.